വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, നവ്യ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നവ്യ എന്ന് പറയുമ്പോൾ അങ്കമാലിക്കാരുടെ നാവിൽ വെള്ളമൂറുന്ന ഒരു രുചി അനുഭവമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അത് ഇന്ന് അങ്കമാലിക്കാർക്ക് മാത്രമല്ല, എറണാകുളത്തും തൃശ്ശൂർ ജില്ലയിലും മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും വരെ നവ്യ ബേക്കറിയും നവ്യയുടെ ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലില്ലാത്ത വിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായി മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ എവിടെ പോയാലും ആളുകൾ അങ്കമാലി എന്ന് പറയുമ്പോൾ അങ്കമാലിയിൽ നവ്യ ബേക്കറിയെക്കുറിച്ച് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമാണ്, നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനം ഇത്രയും വലിയ വളർച്ച കൈവരിച്ച് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് അതിനകത്ത് സന്തോഷം തോന്നാത്തത്? ഇവിടെ ഇതിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട ബിജുചേട്ടൻ നവ്യയുടെ നീണ്ട 42 വർഷങ്ങളുടെ യാത്രയെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഈ കറുകുറ്റി ഗ്രാമത്തിലെ ഒരു എളിയ രീതിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനം ഇന്ന് 1000-ലധികം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു മഹാസംരംഭമായി വളർന്നു എന്ന് പറയുന്നത്, അത് നിശ്ചയമായും ബിജുചേട്ടനുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഈ നവ്യ ടീമിൻ്റെ കഠിനാധ്വാനവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും തന്നെയാണ് ഇന്ന് ഈ സ്ഥാപനത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നമുക്ക് നിരവധി ബേക്കറികൾ നമ്മുടെ നാട്ടിലുണ്ട്, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ബേക്കറികളുണ്ട്. പക്ഷേ ആ ബേക്കറികൾക്കെല്ലാം നവ്യ കൈവരിച്ചതുപോലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ട് മറ്റ് പല സ്ഥാപനങ്ങൾക്കും കഴിയാതെ പോയ ഒരു വിജയം, അല്ലെങ്കിൽ അവർക്ക് കൈവരിക്കാൻ സാധിക്കാതെ പോയ ഒരു വളർച്ച നവ്യയ്ക്ക് സാധ്യമായി എന്നുള്ളത് എന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം, അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രവർത്തനം, എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് നവ്യയെ ഇന്ന് കേരളത്തിന് പുറത്തുമൊക്കെ എല്ലാ വിഭാഗം ആളുകളുടെയും ഇഷ്ടപ്പെട്ട ഒരു ബേക്കറിയായി മാറ്റിയത് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു പ്രസ്ഥാനം തുടങ്ങി ഇത്രയും വർഷം കൊണ്ട് 1000-ലധികം ആളുകൾ ജോലിയെടുക്കുന്ന ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ ഇത്രയും പേർക്ക് 1000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനേക്കാൾ വലിയ എന്ത് ചാരിറ്റി പ്രവർത്തനമാണുള്ളത്? 1000-ലധികം പേർക്ക് തൊഴിലെന്ന് പറഞ്ഞാൽ 1000-ലധികം കുടുംബങ്ങളാണ് നവ്യയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. നേരിട്ട് ഇൻഡയറക്റ്റായിട്ട് ഇതുവഴി ബെനഫിറ്റ് ചെയ്യുന്ന, ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന മറ്റാളുകൾ നിരവധി ഉണ്ടാവും. അപ്പോൾ ഇത്രയധികം ആളുകളെയൊക്കെ ചേർത്ത് നിർത്തി ഒരു മഹാപ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നവ്യയുടെ ഒരു പ്രവർത്തനം, നവ്യയുടെ ഒരു വളർച്ച, നവ്യയുടെ ഈ യാത്ര, അത് കാണുമ്പോൾ നവ്യ ഇനിയും ഒത്തിരി ദൂരം മുന്നോട്ട് പോകും. ഇപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നവ്യയ്ക്ക് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്കൊക്കെ ആർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ നിലയിലുള്ള വളർച്ച, ഇനിയും കൂടുതൽ വളർച്ച. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷമാണ് ഞാൻ നവ്യയുടെ ഒരു വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ ആഴകത്ത് പള്ളി ഹാളിൽ വന്നത്. അന്ന് ഞാൻ ബിജുചേട്ടനോട് ചോദിച്ചു, എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു ഏതാണ്ട് 800ഓളം സ്റ്റാഫ് ഉണ്ടെന്നാണ്. 800ഓളം സ്റ്റാഫ് ഉണ്ടെന്നാണ് എന്നെ പറഞ്ഞത്. കഴിഞ്ഞ മുമ്പിലത്തെ വർഷമാണ്. ഇന്ന് ഞാൻ അതേ ചോദ്യം ഞാൻ ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് 1050-ലധികം സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വളർച്ചയുടെ തോത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത വർഷം വീണ്ടും ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോഴത്തെ ഈ 1050 എന്നുള്ളത്
അതുക്കൊക്കെ മേലെ നമ്മൾ തമിഴ് സിനിമയിൽ പറയുന്ന പോലെ അതുക്കും മേലെ വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ നിലയിൽ ഇന്ന് ബേക്കറി രംഗത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി നവ്യയ്ക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. ഈ നേട്ടത്തിൽ നിങ്ങളെല്ലാവരെയും, നവ്യയുടെ മാനേജ്മെൻറ്റിനെയും ഈ പ്രസ്ഥാനത്തെ സ്വന്തം കുടുംബം പോലെ കരുതി ഇതിനോട് കൂടെ നിന്ന് ഈ വളർച്ചയിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ, ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. നവ്യയ്ക്ക് ഇനിയും വളർച്ച ഉണ്ടാവട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ബേക്ക് വൺ എന്ന ഒരു അസോസിയേഷൻ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഉള്ള ഒരു അസോസിയേഷൻ, ആ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ഇവരുടെ എല്ലാം പങ്ക് വളരെ വലുതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പല കാര്യങ്ങളിലും ബന്ധപ്പെടാനിടയായത്. ഇവിടെ ബീച്ചേട്ടൻ പറഞ്ഞതുപോലെ GST ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ കാരണമായത് ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിനും ഒരു സംരംഭം എന്ന നിലയിൽ ആ സംരംഭത്തിന് കൂടുതൽ വളർച്ച കൈവരിക്കുന്നതിനുമൊക്കെ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്താൻ ഇനിയും ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ, പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളൊക്കെ തയ്യാറാണ്. നവ്യയോടൊപ്പം നമ്മൾ എന്നും ഉണ്ടാകും എന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ബീച്ചേട്ടനെ കുറിച്ച് ഈ സംരംഭത്തിൻ്റെ ഇതിൻ്റെ എല്ലാമായിട്ടുള്ള ബീച്ചേട്ടനും ആയാലും ജോയിച്ചേട്ടനായാലും പോളിച്ചേട്ടനായാലും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ബീച്ചേട്ടനെ സംബന്ധിച്ച് ഞാനെപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, പല ആവശ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടാറുണ്ട്. എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരനോട് സംസാരിക്കുന്നത് പോലെ, ഇടപെടുന്നത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും ആ നിലയിൽ തന്നെയാണ് എന്ന് പറയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതുകൊണ്ട് നവ്യയുടെ ഒരു വളർച്ചയിൽ, നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ച എന്ന നിലയിലാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. നവ്യയ്ക്ക് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ വാർഷികത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.